മംഗലാപുരം കാർവാർ കുന്താതീരത്ത് ദുരൂഹ സാഹചര്യത്തിൽ ചൈനീസ് ബോട്ട് കണ്ടെത്തി. തീരത്ത് നിന്ന് 200 കിലോമീറ്റർ അകലെയാണ് ബോട്ട് കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികളാണ് ചൈനീസ് മത്സ്യബന്ധന ബോട്ട് കണ്ടത്. ചാരപ്രവർത്തനത്തിനെത്തിയത് എന്ന സംശയത്തെ തുടർന്ന് മംഗലാപുരം തീരവും പരിസര പ്രദേശവും അതീവ ജാഗ്രതയിലാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ വലിയ ദുരൂഹത ഉയർത്തി തന്നെയാണ് ചൈനീസ് ബോട്ട് ഇന്ത്യയുടെ അതിർത്തി കടന്ന്, ഇന്ത്യൻ തീരാതിർത്തി കടന്ന് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ സംശയങ്ങൾ തന്നെയാണ്. കാരണം എല്ലാ തരത്തിലും അതിർത്തി കടന്നുള്ള നീക്കങ്ങൾ ചൈന ശക്തമാക്കുകയും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുകയും എല്ലാം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ ഫുസോവ തുറമുഖത്ത് രജിസ്റ്റർ ചെയ്ത ചുവന്ന കൊടിയുള്ള ചൈനയുടെ കൊടികൾ ഉയർത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു കപ്പൽ അകത്തേക്ക് കയറി വന്നിരിക്കുന്നത്. BVK-5 ബോട്ട്, അത്തരത്തിലുള്ള ഒരു ബോട്ട് കടന്നു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾ സംശയം തോന്നി ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി, അതിന്റെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. പിന്നീട് 3 ദിവസത്തിന് ശേഷമാണ് മത്സ്യത്തൊഴിലാളികൾ തീരത്ത് എത്തിയതിനു ശേഷം ഇത് കോസ്റ്റൽ പോലീസിന് കൈമാറി. വളരെ ഗൗരവത്തോടെ തന്നെയാണ് കോസ്റ്റൽ പോലീസ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. മനഃപൂർവ്വമാണോ ഇത്തരത്തിൽ കയറി വന്നത്, ഇന്ത്യയുടെ തീരത്തേക്ക് ചൈനീസ് ബോട്ട് കടന്നു വന്നത് മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ യാദൃശികമായി നീങ്ങി എത്തിയതാണോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് നിൽക്കുന്നത്. ഈ ബോട്ട് കണ്ടെത്താനും തുടർന്നുള്ള അന്വേഷണം ഊർജിതമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോസ്റ്റൽ പോലീസ്. ഹെന്നാവർ കോസ്റ്റൽ പോലീസാണ് ഇക്കാര്യത്തിൽ കേസെടുത്ത് ഒരു അന്വേഷണം നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡ് ഒപ്പം തന്നെ മറ്റ് ഏജൻസികളും ഇക്കാര്യത്തിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ ഒരു ബോട്ടിനായി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏതു സാഹചര്യത്തിലാണ് ബോട്ട് എത്തിയത്, ആരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്, ഈ സംശയകരമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ തീരാതിർത്തിയിലേക്ക് എത്തിയ ഈ ബോട്ടിൽ, ചൈനീസ് ബോട്ടിൽ ഉണ്ടായിരുന്ന ആളുകൾ ആരെല്ലാമാണ്, അവരുടെ ലക്ഷ്യം എന്താണ്, ചാരപ്രവർത്തനമാണോ ഇത്തരത്തിൽ ചൈന ലക്ഷ്യമിട്ടിരുന്നത് എന്നടക്കമുള്ള സംശയങ്ങൾ തന്നെയാണ്. കാരണം മുമ്പും സമാനമായ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കടന്നുകയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ ദുരൂഹതകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. മാത്രമല്ല ജാഗ്രത, ഇക്കാര്യത്തിൽ തീരത്തടക്കം ജാഗ്രത പുലർത്തുകയും ചെയ്യുകയാണ് ലക്ഷ്മി.